നമസ്കാരം. JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. ആലാപന ശൈലി കൊണ്ട് പുതുതലമുറയ്ക്ക് ഒരു ഹരമായി മാറിയ ഹരീഷ് ശിവരാമകൃഷ്ണനായിരുന്നു കഴിഞ്ഞ ദിവസം JB ജംഗ്ഷനിലെ അതിഥി. ഹരീഷിന്റെ ജീവിത സംഗീത വഴിത്താരയിലൂടെ ഈ എപ്പിസോഡും കൂടി യാത്ര ചെയ്യുകയാണ്. ഒരു പക്ഷേ ഞാൻ ഏറ്റവും കൂടുതൽ പ്രണയിച്ചത് ഗസൽ എന്ന ആർട്ട് ഫോമിനെയാണ്. എന്ന് വെച്ചാൽ പ്രണയം എന്നുള്ളൊരു ആസ്പെക്ട് എനിക്കിപ്പോൾ ആരും ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് ഞാൻ മെഹദി ഹസന്റെ പാട്ടുകളെ ഇപ്പോൾ ഞാൻ പ്രണയിക്കുന്ന പോലെ എനിക്കൊരു ഫിസിക്കൽ എൻറ്റിറ്റിയെ പ്രണയിക്കാൻ കഴിയില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ നിന്ന് വരുന്ന ആ പോയട്രി അല്ലെങ്കിൽ ആ ഇതിൽ നിന്ന് കടന്നു വരുന്ന ഗസൽ എന്നുള്ള ആർട്ട് ഫോമിനെ അതിലേക്കുള്ള എൻ്റെ ആ ഒരു അൺക്ലട്ടേർഡ് ലവ് എനിക്കൊരു ഫിസിക്കൽ എൻറ്റിറ്റിനോട് ഇതുവരെ എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് അതൊരു കാലഘട്ടത്തിൽ പല നിർവചനങ്ങളിലൂടെ കടന്നു പോകുന്നൊരു കാര്യമാണ് എനിക്ക് പ്രണയം എന്നുള്ളത്. അതിനൊരു സിംഗിൾ പോയിന്റ് ഓഫ് ഡെഫിനിഷൻ ഉണ്ടായിട്ടില്ല. എനിക്ക് ഉണ്ടായിട്ടില്ല. അത് ഓരോ പിന്നെ എല്ലാ ആർട്ടിസ്റ്റും പറയുന്നത് ഇവൻച്വലി ദേ ഫൈൻഡ് ആർട്ട് ആൻഡ് പ്രണയം എന്നുള്ളത് രണ്ടും ഒരേ ഒരു പ്രണയത്തിന്റെ ചില പാട്ടുകളൊക്കെ പിന്നെ ഹരീഷ് പാടിയിട്ടുണ്ട്. ആ പാട്ടെന്ന് പറഞ്ഞത് അത് താങ്ക് യു ഫോർ ആസ്കിങ് സർ. എനിക്ക് വളരെ ഗ്രേറ്റ്ഫുൾ ആണ് ഞാൻ ഇതൊരു കാര്യം എനിക്ക് പറയാനൊരു അവസരം തന്നതിന്. ഇത് ഞാനൊന്ന് പറഞ്ഞോട്ടെ, എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ പാട്ടും ഈ രാഗവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ് രാത് കെ ഖാബായെ എന്ന് പറഞ്ഞ ഗസലാണ് ഈ പാട്ട്. അത് ഒരുപാട് പേർക്ക് അറിയില്ല. അത് ഇസ് രാത് കെ ഖാബായെ ഇന്ന് തുടങ്ങുന്ന ഒരു പാട്ടുണ്ട്. എനിക്ക് അതിന്റെ വരികൾ മുഹമ്മദ് റഫി പാടിയ പാട്ടാണ്. എന്റെ ലൈഫിൽ ഞാൻ ആദ്യം കേട്ടത് ഈ ഗസലാണ്. ഞാൻ അനുരാഗലോല ഗാത്രി അല്ല. ഇത് ആ പിന്നെ ഗസലിന്റെ രണ്ടും ഒരു വരി പാടിയിട്ട് ഇതിലേക്കൊന്ന് മെർജ് ചെയ്ത് നോക്കി. जिस रात के ख्वाब आए वो ख्वाब के रात आई, जिस ख्वाब के रात आई वो ख्वाब के रात आए. നിലവിൽ മറന്ന ചഷകം, നിലവിൽ ചഷകം, നെഞ്ചിൽ പതഞ്ഞ രാത്രി അനുരാഗലോലക വരവായി നീല ിലേക്കുള്ളൊരു പോക്ക്. എനിക്ക് തോന്നുന്നു ഹരീഷിന്റെ ജീവിത വഴിത്താരയിൽ ഇങ്ങനെ ഒരുപാട് പ്രധാനപ്പെട്ട സുപ്രധാനമായിട്ടുള്ള കടമ്പകളുണ്ട്. ഇതൊക്കെ കുറേം കൂടി ഹരീഷ് എന്നുള്ള ഒരു മ്യൂസീഷ്യന് കോൺഫിഡൻസ് നൽകുന്നതാണ്. തീർച്ചയായിട്ടും ആണ് അല്ലേ? ശ്രേയക്ക് വേണ്ടി ഒരു പാട്ട് പാടി കൊടുത്ത ഇത് പാട്ട് പാടും. ശ്രേയ ഘോഷാലിന് വേണ്ടി ഞാൻ പാടി കൊടുക്കാറില്ലോ. ഞാൻ അങ്ങനെ ചോദിച്ചാൽ ബുദ്ധിമുട്ടാണ്. സ്നേഹിതനെ സ്നേഹിതനെ രഹസ്യ സ്നേഹിതനെ ചിന്ന ചിന്നതാ കോരിക്കൈകൾ ചെവികൊടു സ്നേഹിതനെ ഇതേ അഴുത്തം അഴുത്തം ഇതേ അണപ്പ് അണിപ്പ് സ്നേഹിതനെ സ്നേഹിതനെ രഹസ്യ സ്നേഹിതനെ. ഹരീഷ് ഒരുപാട് പേരുടെ പാട്ടുകളോട് താല്പര്യമുള്ളതാണ്. ആ പാട്ടുകളൊക്കെ എന്താ പറയാ, അതൊക്കെ മനസ്സിൽ കൊണ്ടുനടന്നിട്ടാണ് ഇഷ്ടം പറയണത്. ഇപ്പൊ നേരത്തെ നമ്മള്
ഹരിഹരന്റെ കാര്യം പറഞ്ഞു, അതുപോലെ ONV സാറിന്റെ ഭാസ്കരൻ മാഷൊക്കെ പറഞ്ഞു, അതുപോലെ ജോൺസൺ മാസ്റ്റർ പാട്ടുകൾ. ജോൺസൺ മാസ്റ്റർ പാട്ടുകൾ എനിക്ക് തോന്നുന്നു ഹരീഷിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഭവമാണ്. ബാബുക്ക് കഴിഞ്ഞ ശേഷമൊക്കെ ഉള്ള ഇതിലേക്ക് ഞാൻ സർപ്രൈസ് തരാം, വരട്ടെ. ജോൺസൺ മാഷിന്റെ പാട്ടുകൾ ഹരീഷ് എപ്പോഴും പാടി കേൾക്കുന്നതിൽ എനിക്ക് വളരെ സന്തോഷമാണ്. ജോൺസൺ മാഷിന്റെ എന്റെ മണ്ണിനയിൽ നിന്നുള്ള പാട്ട് എനിക്കത് വളരെ ഇഷ്ടമുള്ള പാട്ടാണ്. ഹരീഷിനൊന്ന് പാടിത്തരാൻ പറ്റുമെന്നെങ്കിൽ നന്നായിരുന്നു. ജോൺസൺ മാഷിന്റെ വൈഫാണ്. നമുക്ക് എത്ര പേരാണ് ഹരീഷിന്റെ പാട്ടുകൾ ശ്രദ്ധിക്കുന്നത്? തീർച്ചയായിട്ടും ഞാൻ വളരെ വളരെ സന്തോഷം. ആക്ച്വലി ജോൺസൺ മാഷിന്റെ മകൾ ഇപ്പോൾ ഇല്ല. ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ടതിന് മുമ്പ് ഞങ്ങൾ പരിചയപ്പെടുകയും 1-2 തവണ കണ്ട് ജോൺസൺ മാഷിന്റെ പാട്ടുകളെ കുറിച്ച് ഷാൻ എന്നോട് സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ എനിക്ക് ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ഒരു ഈ പർട്ടിക്കുലർ പാട്ട് എനിക്കൊരു 5 വയസ്സുള്ളപ്പോൾ വന്ന പാട്ടാണ്. ഈ എന്റെ മൺവീണയിലുള്ള പാട്ട് ഞാൻ ഇതുവരെ പാടിയിട്ടും ഇല്ലാത്തൊരു പാട്ടാണ്. ഞാൻ എന്തായാലും ഞാൻ ആ പാട്ടൊന്ന് പാടും. ബാക്കിയിലേക്ക് പോകുന്നില്ലല്ലേ? ബാക്കിയിലേക്ക് പാടാൻ ഈ പാട്ട് അത്രയും പഠിച്ച് പാടേണ്ട പാട്ടാണ്. അത് നമ്മള് എസ്പെഷ്യലി ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇത്രയും തന്നെ ഞാൻ പാടാൻ പാടില്ലാത്തതാണ് പ്രാക്ടീസ് ചെയ്യാതെ. പക്ഷെ എന്താ ഒരു കുഴപ്പമില്ല ഹരീഷ്. ആ പാട്ടിനോടുള്ള ഒരു ഹരീഷിന്റെ ഇഷ്ടം പ്രകടിപ്പിക്കാൻ വേണ്ടി നമ്മൾ ആ പാട്ട് സിനിമയിലേക്കുള്ള ഒരു പ്രവേശനം. ആക്ച്വലി സാർ സിനിമയിലേക്കുള്ള പ്രവേശനം ഈ പാട്ടായിരുന്നില്ല. ആദ്യമായിട്ട് തന്നെ സിനിമയിൽ വന്ന പാട്ട് ബിജുപാൽ സാറാണ് പഠിപ്പിച്ചത്. ജവാൻ ഓഫ് വെള്ളിമല എന്നൊരു സിനിമയുണ്ട്. അതില് മറയുമോ എന്നുള്ള പാട്ടാണ് ആദ്യത്തെ പാട്ട്, ആദ്യം വന്ന പാട്ട്. അതിനുശേഷം ഞാൻ ഇഷ്ടംപോലെ പാട്ട് പാടി. ബിജുപാലല്ലേ? ബിജുചേട്ടനാണ് ഈ പാട്ട് ആദ്യം. ഇതാണ് ആദ്യം വന്നേ ആസ് എ സോങ് പാടി. എന്റെ വോയിസിൽ വന്ന പാട്ടുകൾ ഭയങ്കര കുറവാണ്. അതില് ഇതും പിന്നെ ഷാന്റെ പാട്ട് പാടുന്നത്. ബിജുപാൽ നമ്മോടൊപ്പം ഉണ്ട്. വരട്ടെ ബിജുപാൽ. കർണാട്ടിക് മ്യൂസിക് പ്രത്യേകിച്ച് ഈ ഒരുപാട് സംഗതിപ്രിയനായിരുന്നു ഹരീഷ്. മധുരം ജീവാമൃത ബിന്ദു എന്ന് പറയുന്ന പാട്ട് ഞാൻ യേശുദാസ് സാറിന്റെ പാട്ട് വേർഷനാണ് എനിക്കിഷ്ടമെന്ന് പറഞ്ഞപ്പോൾ ഹരീഷ് ചിത്രചേച്ചിയുടെ വേർഷനാണ് ഹരീഷിന് ഇഷ്ടമെന്ന് പറയുകയും ഹരീഷ് അതിലെ അവസാനത്തെ സംഗതി പാടി കേൾപ്പിക്കുക ചെയ്തത് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ ആ ഒരു സഞ്ചാരം ഹരീഷിനെ ഒരുപാട് സഹായിച്ചു. ഇപ്പോൾ ഇന്ന് ശ്രീലങ്ക പുരവിഹാര എന്ന് പറയുന്ന കൃതി അമേരിക്കൻ മലയാളികൾ സിനിമാ പാട്ട് പോലെ ഏറ്റുപാടുന്ന അവസ്ഥയിലേക്ക് ഹരീഷ് സംഗീതത്തെ, പ്രത്യേകിച്ച് കർണാട്ടിക് മ്യൂസിക്കിനെ ജനകീയമാക്കുന്ന വിരളമായ പ്രതിനിധികളിൽ ഒരാളായി ഹരീഷ് മാറുന്നു. സന്തോഷമുണ്ട്. ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ പോകാനുണ്ട് ഹരീഷ്. അതിനുള്ള മെറ്റീരിയൽ ഹരീഷിനുണ്ട്. എല്ലാ ആശംസകളും നേരും. അതെന്താണ് ദാസേട്ടന്റെ ഇതിന് അപ്പുറത്ത് മധുരം ജീവാമൃതം, അതിൽ ചിത്രചേച്ചിയുടെ പാട്ടിലൊരു സംഗതികൾ ഒളിഞ്ഞിരിക്കുന്നു എന്ന് കണ്ടത്? അങ്ങനെയല്ല. അപ്പൊ ഈ 2 പാട്ടുകളും മധുരം ജീവാമൃതം എന്നുള്ള പാട്ട് പിക്ചറൈസ് ചെയ്തിരിക്കുന്നത് മറ്റേ മോഹൻലാലിന്റെ ക്യാരക്ടറിന്റെ മോഡല്. ആ ഒരു ഇമോഷനാണ് ദാസ് സാർ ആ പാട്ടിൽ ക്യാപ്ചർ ചെയ്തിരിക്കുന്നത്, ആ പാത്തോസ്. അപ്പൊ അദ്ദേഹം നാച്ചുറലി അതിൽ കൊടുത്തിരിക്കുന്നതും ആ വിഷ്വൽസിനോടും ജോൺസൺ മാഷിന്റെ കോമ്പോസിഷനോടും അങ്ങേയറ്റത്തെ നീതിയാണ്. ആ വിഷ്വൽസിന്റെ കൂടെ ഒരു പക്ഷെ മറ്റൊരു വോയിസ് ഇട്ടാൽ ആ വിഷ്വൽസ് കാണാൻ പറ്റില്ല. അത്രയ്ക്ക് നമുക്ക് ആ ദാസ് സാർ ആ പാട്ട് പാടിയിരിക്കുന്നത് നമുക്ക്
നെഞ്ചത്തേക്ക് കിട്ടും. ഒരു പാട്ടിന് 2 വശങ്ങളുണ്ട്. ഒരെണ്ണം എന്ന് പറയുന്നത് ഇതൊന്നും ഇല്ലാതൊരു പാട്ട്. ഞാൻ ഒരു പാട്ട് അറിയാത്ത ഒരു ഡൽഹിയിലുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ ഹിമാചൽ പ്രദേശിലുള്ള ഒരു വ്യക്തിയെ വിളിച്ചിട്ട് ഈ ന്യൂആൻസ് ഒന്നും അറിയാതെ പാട്ട് കേൾക്കുന്ന ആൾക്കാരല്ല. നമുക്ക് എന്താണ് ഈ പാട്ടില് സേതുമാധവൻ എന്നുള്ള ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരു മലയാളിക്ക് ഒരു വെറും ക്യാരക്ടർ അല്ല. അത് കിരീടവും ചെങ്കോലും കണ്ടവർക്ക് ഒരു കരയാതെയോ അല്ലെങ്കിൽ ആ ഒരു ഇമോഷൻ ചെയ്തോ വികാരമോ എന്നൊക്കെ ദാസാറ് പറയുമ്പോ ഗൂസ് ബംസ് ആണ്. ഈ സംഗതി എന്ന് പറയുന്നത് ഓൺ ദി അതർ ഹാൻഡ് വളരെ ടെക്നിക്കൽ ആയിട്ടുള്ള ഒരു സാധനമാണ്. അതിന് ടെക്നിക്കൽ മെറിറ്റ് ആണ് കൂടുതൽ. സംഗതികളല്ല മനുഷ്യനെ ടച്ച് ചെയ്യുന്നത്. സംഗതികൾ ഈ സമവാക്യം പോലെ ഒരു ന്യൂആൻസ് ആണ് സംഗതി. ഈ സംഗതി പറഞ്ഞു സംഗതിയാണ് സംഗീതം അല്ലെങ്കിൽ സംഗതി ഇടുന്നതാണ് സംഗീതത്തിന്റെ ഭാഗം എന്നൊക്കെ ചിലപ്പോൾ ആയി വരാറുണ്ട്. ആ പാട്ടില് എന്റെ എൻഡിങ്ങിൽ മാത്രം അത് ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇപ്പൊ ഇത് പാടിക്കോ, സജീവമായിട്ട് പാടിക്കോ. ദാസ് സാർ പാടിയ പോലെ പാടുന്നതൊക്കെ അതിക്രമമാണ്. ഞാൻ വെറുതെ എന്നെ കൊണ്ട് സാധിക്കുന്ന രീതിക്ക് ഞാൻ ആ വേർഷൻ പാടുന്നത് ഞാൻ ബീച്ചറിനോട് പറഞ്ഞു. എനിക്ക് നല്ലൊരു ഓർമ്മയുണ്ട്. സ്റ്റുഡിയോയിൽ ആണിത് പറഞ്ഞത്. അപ്പൊ ഈ പാട്ട് തരുമ്പോ സ്വപ്നവേഗങ്ങളിൽ വാടാതെ നിൽക്കുമെന്റെ ദീപകം തൊടുമ്പോഴൻ നെഞ്ചിൽ മധുരം ജീവാമൃത ബിന്ദു ഹൃദയം ലയസിന്ധു മധുരം ജീവാമൃത ബിന്ദു. ഭയങ്കര ഹൈ ഓൺ ഇമോഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പാടുമ്പോൾ നമുക്കറിയാതെ മനസ്സിലാ ആ വിഷമം വരും. ഇതിന്റെ തന്നെ ഒരു ഫീമെയിൽ വേർഷൻ എന്ന് പറയുമ്പോൾ ആ ക്യാരക്ടറിന്റെ വാൻറ്റേജ് അല്ല ഫീമെയിൽ വേർഷൻ. അതൊരു പാട്ട് അതേ ലിറിക്സിൽ കമ്പോസ് ചെയ്തൊരു വേർഷൻ. അപ്പൊ ഇത് എന്ത് ചെയ്യുമ്പോ മധുരം ജീവാമൃത ബിന്ദു ഹൃദയം ലയസിന്ധു മധുരം ജീവാമൃത ബിന്ദു. എനിക്ക് ആ റൂട്ട് കാപ്പിക്ക് അതിന്റെ റൂട്ടാണത്. ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റ് ഉള്ള മ്യൂസീഷ്യൻ, അപ്പൊ ഹൂസ് എ സ്റ്റുഡന്റ് ഓഫ് മ്യൂസിക്. ഇത് രണ്ടും എനിക്ക് പകർന്നു തരുന്ന വിജ്ഞാനം വേറെയാണ്. ഒരെണ്ണം എനിക്ക് പകർന്നു തരുന്നത് ഇമോഷണാലിറ്റി, ഒരു ക്യാരക്ടറിനെ എങ്ങനെ ജീവിക്കണം, ഒരു കമ്പോസറിന്റെ ഐഡന്റിറ്റി എങ്ങനെ, മറ്റേതൊരു രാഗത്തിനെ എങ്ങനെ ഒരു പെർട്ടിക്കുലർ റൂട്ടിൽ പാടാം. ഇതിന് രണ്ടിനും മ്യൂസിക്കില് ഈക്വൽ സ്ഥാനമാണ്. പക്ഷെ ഇപ്പൊ എന്നെ വിളിച്ച് ഒരു പിക്ചറൈസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു പാട്ടിന് പാടുമ്പോൾ ആ സംഗതിക്കല്ല അവിടെ പ്രാധാന്യം. അവിടെ ആ ക്യാരക്ടർ മനോവേദന. അപ്പോ അതിന് ഒന്നിനും മറ്റും തമ്മിൽ സാമ്യവും കമ്പാരിസണും ഒക്കെ ചെയ്യുന്നത് തന്നെ തെറ്റാണ്. അത് രണ്ടുപേരും ചെയ്തത് 2 ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണ്. ഇപ്പൊ ദാസ് സാറിന് ആ സംഗതി നിഷ്പ്രയാസം ഒരു പൂ എടുക്കുന്ന പോലെ ആ സംഗതി പാടാം. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കുന്നത് പറഞ്ഞാൽ ഈ പാടിപ്പോയിരുന്ന സംഗതി പാടാൻ അറിയാത്തതുകൊണ്ടല്ല പാടാത്തത്. അവർക്ക് പാടേണ്ടി വന്നത് അല്ലെങ്കിൽ അവർ പാടി റെപ്രസെന്റ് ചെയ്യുന്നത് വേറൊരു ഇമോഷനാണ്. അത്രേ ഉള്ളൂ. സോളോ അല്ലേ? ആ പാട്ടൊന്ന് പാടിയാൽ നമുക്ക്. പാതിരാപ്പൂ വേണം, ആതിരാരാവ് വേണം, പാതിരാപ്പൂ വേണം, ആതിരാരാവ് വേണം, പാടിക്കളിക്കുവാനായാടിമാർ വേണം, തുഴക്കാരം വധു വേണം, തോണികളായിരം വേണം, കായലിനോളം തുള്ളും ദിത്തിത്താരാദിത്തിത്തൈ ദിത്തൈ തകതൈതൈതോ ദിത്തിത്താരാദിത്തിത്തൈ ദിത്തൈ തകതൈതൈതോ. ഹരീഷിന് പറ്റിയൊരു പാട്ടാണ് ഇത്. ഗോപിയുടെ അല്ലേ? ഈ പാട്ട് നമ്മള് അയ്യോ ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഞാൻ രാവിലെ തൃപ്പൂണിത്തറയില് ഞാൻ അമൃത കോളേജിൽ ഒരു ഗസ്റ്റ് ലെക്ചർ എടുക്കാൻ പോകുന്ന വഴിക്കാണ് ഗോപിചേട്ടൻ വിളിച്ചത്. ഞാൻ എറണാകുളത്ത് നിന്ന് കൊല്ലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഞാനൊരു കാറില് എനിക്ക് തോന്നുന്നു ഞാൻ വൈറ്റില എത്തിയപ്പോ ബാബു ചേട്ടനുണ്ട്, ഗോപിചേട്ടന്റെ മാനേജറാണ്. ഗോപിചേട്ടൻ വിളിച്ചിട്ട് ഹരീഷ് അടുത്തവിടെ മത്സരത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു ഉണ്ടല്ലോ, എറണാകുളത്തുണ്ടല്ലോ ചേട്ടാ. അതെ, ഒന്ന് വേഗം തൃപ്പൂണിത്തറയ്ക്ക് ഒരു പാട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അതിനു മുമ്പ് ഗോപിച്ചേട്ടൻ ഈ പാട്ട് എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അയച്ചു തന്നിട്ട് അപ്പൊ ഞാൻ സിംഗപ്പൂരിൽ ഇരിക്കാം. അപ്പൊ പറഞ്ഞു നീ വന്നിട്ട് ഹരീഷ് ചേട്ടൻ്റെ ഒരു രീതിയുണ്ട്,
ഹരീഷേ അപ്പൊ നാട്ടിലേക്ക് വന്നു കഴിഞ്ഞിട്ട് നമുക്കിത് എടുക്കാം. അപ്പോഴത്തേക്കും കുറേ ദിവസം ലേറ്റായി ഞാൻ തിരിച്ചു വന്നിട്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഗോപിച്ചേട്ടൻ അത് പാടിപ്പിച്ചിട്ടുണ്ടാവും, കാരണം വേറെ ആ പാട്ട് പോയിട്ടുണ്ടാവും. ആ പാട്ട് പാടിച്ചിട്ടുണ്ടാവുന്നു. അപ്പൊ വിളിച്ചിട്ട് എന്നാ വേഗം വാ എന്ന് പറഞ്ഞു. വേഗം വിളിച്ചിട്ട് എന്നെ സ്റ്റുഡിയോയിലേക്ക് വരാൻ പറഞ്ഞു. അപ്പൊ എന്നിട്ട് ഞാൻ പോയപ്പോ മിഥുൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ട് ഗോപിച്ചേട്ടന്റെ സ്റ്റുഡിയോയിൽ, അദ്ദേഹത്തിന്റെ എഞ്ചിനീയറാണ്. അപ്പൊ പറഞ്ഞു ഹരീഷേട്ടാ അതെ 5:45 ഓഡിയോ റിലീസാണ്, ഇത് പാടിയിട്ട് നമുക്ക് മിക്സ് ചെയ്ത് മാസ്റ്റർ ചെയ്ത് വഞ്ച് ചെയ്തിട്ട് കൊടുക്കണം, ഗോപിച്ചേട്ടൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്, ഓഡിയോ ലോഞ്ചിന് പോകണം എന്നുള്ളത്. ഞാൻ ദൈവമേ മണി ഓൾറെഡി 2:45 എന്ന് വെച്ചാൽ 3 മണിക്കൂർ അത് നകത്ത് ഈ പാട്ട് പാടി റെക്കോർഡ് ചെയ്തിട്ട് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു അത്. ഇതിപ്പോ കേട്ടില്ലേ, അതുപോലെ തന്നെ ഈ പാട്ട് ഗോപിച്ചേട്ടൻ പാടിയിട്ടുണ്ട്. ഞാൻ പാടിയതിന്റെ ഒരു എന്ന് വെച്ചാൽ എന്നോട് അപ്പൊ ഞാൻ ചോദിച്ചപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞപ്പോൾ ഗോപിച്ചേട്ടൻ അവിടെ നിന്ന് വന്ന് ഡ്രസ്സ് മാറിക്കൊണ്ടിരുന്നിട്ട് ഇങ്ങനെ ഒരു ജാക്കറ്റ് പോലെ എന്തോ അങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ എന്താ ഹരീഷേ അപ്പൊ എന്താ ചെയ്യണ്ടേ ചേട്ടാ എന്ന് ചോദിച്ചപ്പോ അതെ ഞാൻ പാടിയത് 2 തവണ പ്ലേ ചെയ്ത് കേട്ടിട്ടേ അതിന്റെ അടുത്ത് നിങ്ങൾ അലക്കിക്കോന്ന് പറഞ്ഞു. എന്നിട്ട് ആള് പോയി, അങ്ങനെ പാടിയതാണ്. അപ്പൊ ഞാൻ ആ പാടി വെച്ചേക്കണ തന്നെയാണ് മൂപ്പരുടെ ഒരു ബാക്കപ്പ് വെർഷൻ ഉണ്ട് മൂപ്പരുടെ ആ പാട്ടിന്റെ. പുള്ളി പാടി സെറ്റാക്കി മിക്സ് ചെയ്ത് മാസ്റ്റർ ചെയ്തിട്ട് വെച്ചിട്ടാണ്. ഇനി ഞാൻ പാടിയിട്ട് സാധനം സെറ്റായില്ലെങ്കിൽ അതിന്റെ സംഭവം പിള്ളേരുണ്ട്. അതിൽ പറയേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര റെസ്പെക്ട് ചെയ്യുന്ന കമ്പോസറാണ് ഗോപി സുന്ദർ ചേട്ടൻ. കാരണം ഇത്രയും ടെക്നിക്കലി സ്ട്രോങ് ആയിട്ട് അതേസമയം മെലഡി അതേപോലെ മനസ്സിലാക്കിയിട്ട് ഇത്രയും കംഫർട്ടബിൾ ആക്കിയിട്ട് പാടിയിരിക്കുന്ന സിംഗറില്ല. എന്നോട് പറഞ്ഞു ഒന്നും പേടിക്കണ്ട, ഒന്നും പേടിക്കണ്ട, മൈക്ക് എടുത്തോ. നെഞ്ചിലെഴുതിയേ എങ്കിലും നീയേ പുഞ്ചിരികളോടെ പോവതെങ്ങു ദൂരെ ചിന്തിയുറയുന്നേ വഞ്ചനത്തിയേ അംഗമതിലൂടെ പോവതെങ്ങു ദൂരെ. ഏ പപ്പ പണ്ടു രാമൻ ശ്രീരാമൻ പോയ പോലെ അപ്പപ്പ കാട് കിട്ടേ കാടേറും രാമലീല നെഞ്ചിലെഴുതിയേ എങ്കിലും നീയേ പുഞ്ചിരികളോടെ പോവതെങ്ങു ദൂരെ. വരട്ടെ ഗോപി വരട്ടെ. ഹരീഷോട് എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം, എങ്ങനെയാണ് ഈ ഒരു എനർജി കീപ്പ് ചെയ്യുന്നത്? അതായത് സ്റ്റേജിലായാലും ഹരീഷ് എനിക്കൊരു പാട്ട് പാടിയിട്ടുണ്ട്, അത് വേറൊരു പാട്ടുമല്ല, നമ്മുടെ വളരെ ഹിറ്റായിട്ടൊരു പാട്ടാണ് ഹരീഷ് എനിക്ക് വേണ്ടി പാടിയത്. രാമലീല എന്ന് പറഞ്ഞ സിനിമയിൽ നെഞ്ചിലരി തീയേ എങ്കിലും നീയേ ആ ലൈൻ ഞാൻ പഠിക്കുന്നത്. അതിനുശേഷം അപ്പപ്പ പണ്ട് രാമൻ ശ്രീരാമൻ പോയ പോലെ ആ പാട്ട് അതിഗംഭീരമായിട്ടാണ് ഹരീഷ് പാടി തന്നിരിക്കുന്നത്. അപ്പോൾ ആ പാട്ട് പാടാൻ വരുന്ന സമയത്ത് ഹരീഷ് വൂണ്ടഡ് ആയിട്ടാണ് വന്നത്. അതായത് ഒരു ആക്സിഡന്റ് കഴിഞ്ഞ്, ബൈക്ക് ആക്സിഡന്റോ എന്തോ കഴിഞ്ഞു, കയ്യിലൊക്കെ പ്ലാസ്റ്ററൊക്കെ ചുറ്റിക്കൊണ്ടാണ് വരുന്നത്. കാലില് സോക്സ് ഒക്കെ കൂടി എന്നെ കാണിച്ചു തന്നു. ഭയങ്കര വൂണ്ടഡ് ആയിരുന്നു. അങ്ങനെ ഒരു എനർജി സോങ് പാടി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി താങ്കളുടെ ഉള്ളിലുള്ള ഒരു തീ എന്താണെന്നുള്ളത്. ഇനി ഉയർച്ചയിലോട്ട് എത്തട്ടെ, ഒരുപാട് ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കട്ടെ. എല്ലാവിധ ആശംസകളും. എന്തായാലും ഗോപി അത് പറഞ്ഞുകൊണ്ട് കാര്യം മനസ്സിലായി. ഒരുപാട് മുറിവുകളുമായിട്ടാണ് ആ പാട്ട് പാടാൻ പോയത്. അത് വരുന്ന വഴിക്ക് ആക്ച്വലി ബാംഗ്ലൂർ എയർപോർട്ടിലേക്ക് പോകുന്ന വഴിക്ക് എന്റെ കാർ ഒന്ന് തട്ടിയായിരുന്നു. ഊബർ ഒന്ന് തട്ടിയിട്ട് ഒരു ബൈക്കില് ഒരു മൈനർ ആക്സിഡന്റ്. പക്ഷെ ഞാൻ പകുതി ഉറക്കത്തിരിക്കുമ്പോൾ മുട്ടയൊന്ന് ഇടിച്ചിട്ട് എന്റെ കൈയൊക്കെ കുറച്ച് ബ്രൂസ്ഡ് ആയിരുന്നു. അത് പറയണ്ടെന്ന് വിചാരിച്ചാ പാട്ടിന്റെ കാര്യം പറഞ്ഞ സ്ഥിതിക്ക് അങ്ങനെ. അപ്പൊ ഞാൻ ചെന്നപ്പോ എനിക്ക് ഇങ്ങനത്തെ എല്ലാ ആങ്സൈറ്റിയും വെച്ചാ പോയി. അപ്പൊ ഞാൻ ഗോപിച്ചേട്ടനോട് പറഞ്ഞു, അല്ല ചേട്ടാ ഞാൻ ആകെ ഒരു വല്ലാത്തൊരവസ്ഥയിലാണ് കയറി വന്നത്. അപ്പൊ ഈ പറയുമ്പോ ഇദ്ദേഹം പറയാത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ പോലും നമുക്കൊട്ടും ബുദ്ധിമുട്ട് ഫീൽ ചെയ്യില്ല. ഊപ്പറുടെ സ്റ്റുഡിയോയിൽ പോയി കഴിഞ്ഞാൽ അത് എടുത്തോ എന്നുള്ളൊരു സ്റ്റൈൽ, അത് എടുത്തോ എന്നുള്ള അത് പറയുമ്പോൾ നമുക്ക് പകുതി കോൺഫിഡൻസ് കിട്ടും പാടാനുള്ള. വരട്ടെ ഒരാൾ. I met Harish in 2005. நாங்கள் பெங்களூரில் தான் மீட் பண்ணோம் 2005. From the time I met, I was just stunned by his talent. It's a gift from God. அது இறைவனோட அருள், அது அவருக்கு வந்தது. இப்போ பார்த்தீங்கன்னா ஹரிஷ் தன்னுடைய சொந்த முயற்சியால் பிரிக் பை பிரிக், யாரோட சப்போர்ட் இல்லாமல், ஒரு மூவி இண்டஸ்ட்ரியோ இல்லை எந்த ப்ரொமோட்டர்ஸோட சப்போர்ட் இல்லாமல் இவ்வளோ தூரம் வந்திருக்குது. இட்ஸ் அன் அவுட்ஸ்டாண்டிங் அச்சீவ்மெண்ட். இது வரைக்கும் உங்களுக்கு இசையில் ഫുൾഫിൽ ആകാത്ത വിഷ് என்ன? ഫുൾഫിൽ ആകാത്ത വിഷ് ഇത് സ്വാമിയാണ്, എന്റെ ബാൻഡിന്റെ കീബോർഡിസ്റ്റ് ആണ്, എന്റെ കൊളീഗും കൂടിയാണ്. ഞങ്ങൾ ഒരുമിച്ചാണ് ഇപ്പൊ വർക്ക് ചെയ്യുന്നത്.
രണ്ട് വാക്ക് അദ്ദേഹത്തെ കുറിച്ച് പറയാണ്ടിരിക്കാൻ പറ്റില്ല. ഈ എൻ്റെ ബാൻഡ്, ഞങ്ങൾ പ്രവർത്തിക്കുന്ന ബാൻഡിൻ്റെ ഫിനാൻഷ്യലായിട്ടും ഇമോഷണലായിട്ടും നമ്മൾ വളരെ ലോ ആയിരുന്നപ്പോഴും ഒക്കെ പിടിച്ചുയർത്തി കൊണ്ടു നടന്ന ഒരാളാണ്. മാനേജർ എന്നുള്ള മാത്രമല്ല, നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രായമുതിർന്ന ആളും അതുപോലെ തന്നെ മെച്യൂരിറ്റിയും ലോകപരിചയവും ഒക്കെ കൂടുതലുള്ള ഒരു വ്യക്തിയാണ്. പിയർ ഗ്രൂപ്പിന്റെ ഹെഡാണ്. അതുപോലെ നമ്മൾ വളരെ ബഹുമാനത്തോടെ കാണുന്ന ഒരു വ്യക്തിയാണ്. നല്ല ഫിനോമിനൽ മ്യൂസീഷ്യനുമാണ്. അപ്പോ അദ്ദേഹത്തിന് നന്ദി പറയാതെ നമുക്ക് ബാൻഡിനെ കുറിച്ച് സംസാരിക്കാൻ പറ്റില്ല. സോ താങ്ക് യു സ്വാമി, താങ്ക് യു ഫോർ സ്പീക്കിംഗ്. ഇത്രയധികം അങ്ങേര് തമിഴ് പറഞ്ഞ് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കണേ. അപ്പോ എനിക്കിപ്പോൾ അത് ട്രാൻസിയൻ്റ് ആണ്. എനിക്ക് ഓരോ കാലഘട്ടത്തിൽ ഓരോന്നായിരുന്നു. ഇപ്പോൾ ഉള്ളത് പറയാം. എനിക്ക് ഒരു നല്ല മലയാളം ഗസൽ കമ്പോസ് ചെയ്ത് പാടണം. അതൊരു അൺഫുൾഫിൽഡ് വിഷയമാണ്. അത് എൻ്റെ ചെറിയ ചെറിയ സുഹൃത്തുക്കളുണ്ട്. എനിക്ക് കോഴിക്കോട് അറിയപ്പെടുന്ന കവിയാണ് മനു മഞ്ജിത്ത്. മലയാള സിനിമയ്ക്കൊക്കെ പാട്ട് എഴുതുന്ന ആളാണ്. ഞാനും അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സംസാരിക്കാറുണ്ട്. മനു എനിക്കൊരു പാട്ട് എഴുതി തരികയാണെങ്കിൽ ഞാനത് ഗസൽ ഫോർമാറ്റിൽ കമ്പോസ് ചെയ്തിട്ട് നമുക്കൊരു മേഫൽ രൂപത്തിൽ എന്തെങ്കിലും പാടണം. അത് ഞാൻ എന്തായാലും ചെയ്യും. അത് എന്തെങ്കിലും വൈകാതെ ഹരീഷിന്റെ ആ ഒരു ആഗ്രഹം സഫലമാകട്ടെ എന്ന് നമ്മൾ ആശംസിക്കുന്നു. വരട്ടെ. ഹരീഷേട്ടൻ കേട്ടിട്ടുള്ള മ്യൂസിക് ജോണേഴ്സിൽ ഇഷ്ടപ്പെടാത്ത മ്യൂസിക് ജോണർ ഏതാണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു പോയിന്റ് മനസ്സിലാവാത്തൊരു മ്യൂസിക് ജോണർ ഏതാണ്? ഒരുപാട് ആൾക്കാർ കേൾക്കുന്ന ജോണർ ആയിരിക്കും, പക്ഷെ ഹരീഷേട്ടന് പബ്ലിക് കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. അപ്പൊ അങ്ങനെ ഒരു ജോണർ ഏതാണ് ആൻഡ് വൈ? ഇഷ്ടപ്പെടാത്ത ഒരു ജോണർ അത് സച്ചിൻ ഭയങ്കര ആർട്ടിക്കുലേറ്റ് ആണ്. അതുകൊണ്ട് പുള്ളി അത് കറക്റ്റ് ആയിട്ട് ചോദിച്ചു. എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റാത്ത ആർട്ട് ഫോം എന്ന് പറയുന്നതായിരിക്കും കുറച്ചും കൂടി കറക്റ്റ്. എനിക്ക് കാര്യമായിട്ട് ബോധ്യമില്ലാത്ത സ്റ്റൈൽ ഓഫ് മ്യൂസിക് ഇലക്ട്രോണിക് ഡാൻസ് മ്യൂസിക്, EDM എന്ന് പേരിട്ട് വിളിക്കുന്ന, എന്ന് വെച്ചാൽ ടിപ്പിക്കലി DJ ഫോർമാറ്റിൽ ചെയ്യുന്ന മ്യൂസിക് എനിക്ക് മനസ്സിലാകാറില്ല. എനിക്ക് അതിനോട് വലിയ പ്രതിപത്തിയില്ല. അധികം കേൾക്കാറുമില്ല. അതേപോലെ തന്നെ ഡൗൺ ടെമ്പോ ഡബ് സ്റ്റെപ്പ് പോലത്തെ മ്യൂസിക് സ്റ്റൈൽസിനോട് വലിയ താല്പര്യമില്ല. എനിക്കത് മനസ്സിലാക്കാനുള്ള ഒരു ത്രാണിയില്ല. അപ്പോൾ അത് രണ്ടുമാണ് എൻ്റെ മനസ്സിൽ ഇമീഡിയറ്റ് വരിക. എന്നിലെ മ്യൂസീഷ്യനെ ഈ രണ്ട് സ്റ്റൈൽ മ്യൂസിക് സ്വാധീനിക്കാറില്ല. മറ്റെല്ലാ സംഗീത വിഭാഗങ്ങളും കേൾക്കുന്നത് ചിലതൊക്കെ ഭയങ്കരമായിട്ട് സ്വാധീനിക്കും, ചിലതൊക്കെ ട്രാൻസിയന്റ് ആയിട്ട് പോകും. ഈ പഴയ പാട്ടിൽ ഈ കവർ പാടുക എന്നും പറഞ്ഞ ആൾക്കാർ ചില സമയത്ത് വേണമെങ്കിൽ അതിനെ ഒരു നെഗറ്റീവ് കൊണോട്ടേഷൻ പറയാറുണ്ട്. പക്ഷെ ഹരീഷിനകത്തൊരു പോസിറ്റിവിറ്റി ആവുന്നത് എപ്പോഴും രണ്ടും ഉണ്ട്. എനിക്ക് എന്നെ കുറിച്ച്, ഞാൻ പാടുന്ന കവറിനെ കുറിച്ചും രണ്ട് പക്ഷമുണ്ട് സാർ. അപ്പൊ അത് കവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേറൊരു ആവിഷ്കാരം, അത്രയല്ലേ ഉള്ളൂ. ഒരാൾ ആവിഷ്കരിച്ചതിന്റെ മറ്റൊരു ആവിഷ്കാരം. അത് ആ ആവിഷ്കാരത്തിന് എല്ലാവരും കവറാണ് പാടുന്നത് എന്റെ അഭിപ്രായത്തിലാണ്. ഒറിജിനൽ പാട്ടുകാരൻ ഉൾപ്പെടെ. ഒറിജിനൽ പാട്ട്, ഒറിജിനൽ എന്ന് പറഞ്ഞാൽ എന്താണ് സാർ? ഇപ്പൊ ഒറിജിനൽ ബുദ്ധിമുട്ടല്ലേ ഇത് നിർവചിക്കാൻ? കാരണം ഒരു കമ്പോസറിന്റെ മനസ്സിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വരുന്ന ഒരു ടോണൽ ഇന്റഗ്രിറ്റി പുട്ട് ടുഗദർ ചെയ്ത് ഓർക്കസ്ട്രേറ്റ് ചെയ്ത് അറേഞ്ച് ചെയ്ത് അതിന്റെ മുകളിൽ പാടുന്നതാണ് പാട്ട്. അതിൽ എത്ര പേരുടെ ക്രിയേറ്റിവിറ്റി ഉണ്ട്. അതിനകത്ത് ഫ്ലൂട്ട് വായിച്ചവരുടെ, ഗിറ്റാർ വായിച്ചവരുടെ, കീബോർഡ് വായിച്ചവരുടെ, അറേഞ്ചറുടെ, പ്രോഗ്രാമറുടെ, എവിടുന്നൊക്കെ സ്വാധീനം, എത്ര പേരുടെ ഒരു കളക്റ്റീവ് എഫേർട്ടാണ്. എല്ലാവർക്കും അവരുടെ സ്ഥാനമുണ്ട്. എല്ലാവരുടെയും സ്ഥാനം ഒന്നാണെന്നല്ല, എല്ലാവരുടെയും ഒരു പ്രവൃത്തി ഒരുമിച്ച് വരുമ്പോഴാണ് ഒരു സിനിമ. വളരെ രസകരമായിട്ട് ക്വിക്ക് ഹോംവർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ FM റേഡിയോ, മറ്റേ ഈ പ്രൈവറ്റ് FM അല്ല, ഈ ഓൾ ഇന്ത്യ റേഡിയോയുടെ FM റേഡിയോ കേൾക്കുകയാണെങ്കിൽ ഈ രാവിലെ ഞാൻ കേൾക്കാറുണ്ട് നടക്കുമ്പോഴുള്ള സമയം. അപ്പോൾ ഒരു 50 വർഷം മുമ്പുള്ള പാട്ട്, 40 വർഷമുള്ള പാട്ട്, ഇന്നലത്തെ പാട്ട് എല്ലാം വരുന്നുണ്ട്. അത്ഭുതകരമായിട്ട് ഈ പാട്ടുകൾക്കിടയിലുള്ളൊരു അന്തർധാര നമുക്ക് മനസ്സിലാവും. പിന്നെ തീർച്ചയായും അതിഭീകരമായ ബന്ധങ്ങളാണ്. തീർച്ചയായിട്ടും ഈവൻ ലിറിക്സിലുള്ള അന്തർധാര. പിന്നെ അപ്പൊ ഒന്നാണെല്ലാം. ആബ്സല്യൂട്ട്ലി സർ. നല്ല ആർട്ട് എന്ന് പറയുന്നത് കേൾവിക്കാരനെയോ അല്ലെ ശ്രോതാവിനെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളതല്ലേ സർ ആർട്ടിന്റെ ഇവൻച്വൽ ലക്ഷ്യം? സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ഫോർ ദ ക്രിയേറ്റർ. ഒരു ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്ക് കിട്ടുന്ന മനസ്സന്തോഷവും ആത്മസംതൃപ്തിയും, അതുപോലെ തന്നെ അത് പകർന്നു കൊടുക്കുന്നവർക്ക് കിട്ടുന്ന മനസ്സന്തോഷവും ആത്മസംതൃപ്തിയും കൂടുന്ന ഒരു ഫീലിംഗ് അല്ലേ നമ്മൾ ആർട്ടിന്റെ ഒരു ടോപ്പ് ഓഫ് ദി വേൾഡിലൊക്കെ നിൽക്കുകയാണെങ്കിൽ, അതായത് സന്തോഷത്തിന്റെ അങ്ങ് ആധിക്യത്തിൽ നിൽക്കുകയാണെങ്കിൽ പാടാൻ ആഗ്രഹിക്കുന്ന ഒരു മലയാള പാട്ട് ഏതാണ്? നിറഞ്ഞ മനസ്സുമായിട്ട് നിൽക്കുകയാണ്. പലപ്പോഴും അങ്ങനെയൊക്കെ തോന്നില്ലേ? അങ്ങനെ ചിന്തിച്ചിട്ടില്ല, എന്നാലോചിച്ച് നോക്കട്ടെ. അതെയോ വിരഹത്തിലാണോ, വിഷമത്തിലാണോ, സങ്കടത്തിലാണോ പാട്ട് കൂടുതൽ വരുന്നത്? ഇതൊന്നിലുമല്ല. ഈ മൂന്ന് വികാരത്തിലും എനിക്ക് പാട്ട് വരില്ല. എനിക്ക് പാട്ട് കേൾക്കാൻ ഇഷ്ടമുള്ള
കേൾക്കും. ഞാൻ പാടണമെങ്കിൽ എനിക്ക് വളരെ ന്യൂട്രൽ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിൽ മാത്രമേ എനിക്ക് ആർട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്റെ അപ്പോഴത്തെ വികാരം അതിനെ സ്വാധീനിക്കുന്നു മാത്രമല്ല എന്റെ എബിലിറ്റീസിനെയൊക്കെ അഫക്ട് ചെയ്യും. എനിക്ക് നന്നായിട്ട് വിഷമിച്ചിരിക്കുമ്പോൾ നന്നായിട്ട് പാടാൻ പറ്റില്ല, സന്തോഷിച്ചിരിക്കുമ്പോൾ പാടിയാൽ ശ്രുതി തരില്ല, അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. അപ്പൊ പക്ഷെ ആ സമയത്തൊക്കെ പാട്ട് കേൾക്കാൻ താല്പര്യമുണ്ട്. വരട്ടെ. വെയിലറിയാതെ മഴയറിയാതെ വർഷങ്ങൾ പോകുവതറിയാതെ വെയിലറിയാതെ മഴയറിയാതെ വർഷങ്ങൾ പോകുവയാതെ ദേവദാരുവിൻ തണലിലുറങ്ങും താപസകന്യക നീ സൂര്യകാന്തി സൂര്യകാന്തി സ്വപ്നം കാണുവതാരേ പ്രേമ പൂജാ പുഷ്പവുമായി നീ ഹരീഷ് ശിവരാമകൃഷ്ണന്റെ അകം നിറഞ്ഞിരിക്കുന്നത് ഒരുപാട് ആഗ്രഹങ്ങളാൽ, ഒരുപാട് പാട്ടുകളാൽ, ഒരുപാട് പാട്ടുകാരാൽ, ഒന്നുമില്ലായ്മയിൽ ഒരുപാട് പാട്ടുകളാണ്. മനസ്സിലെപ്പോഴും പാട്ടുകളുണ്ട്. തീർച്ചയായിട്ടും ഇതൊരു 3-4 വയസ്സ് മുതൽ തുടങ്ങിയ ഒരു പ്രക്രിയ ആണ്. ഹരീഷിനെ ഏറ്റവും അധികം സ്വാധീനിച്ച ഗായകൻ, ഗായിക മധുറാണി, ഹരിഹരൻ, യേശുദാസ്, ബാബുരാജ്. ബാബുക്കയാണ്. ബാബുക്ക വിട്ടുപോയിട്ടില്ല. മൂപ്പർ മുകളിൽ നിന്ന് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മറ്റേ ഹരീഷിനെ നോക്കുന്നുണ്ടാകണം. അകമെന്ന ബാൻഡ് ശാസ്ത്രീയ സംഗീതം ഭാഗമാക്കിയത്, ശാസ്ത്രീയ സംഗീതത്തോടുള്ള അടുപ്പം, ആരും സഞ്ചരിക്കാത്ത വഴി എന്ന് തോന്നിയപ്പോൾ ഹരീഷ് ഉൾപ്പെടുന്ന ആൾക്കാരിലുള്ള മാർക്കറ്റിംഗ് ടാക്ടിക്സ്. കർണാടക സംഗീതത്തോടുള്ള താല്പര്യവും ഹരീഷ് എന്ന വ്യക്തിയിലുള്ള മാർക്കറ്റിംഗ് ടാക്ടിക്സും. ഹരീഷ് നല്ലൊരു മാർക്കറ്റിംഗ് വിദഗ്ധനാണെന്ന് ആൾക്കാർ പറയുമ്പോൾ ഹരീഷിന് തോന്നുന്നത് ഇൻവെർട്ടർ കോമ ഒരു അഭിമാനം, ഒരു ചളുപ്പ്, ഒരു നീരസം, ഏത് വികാരമാണ്? മൂന്നുമല്ല. അതൊരു ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യം ഐഡന്റിഫൈ ചെയ്ത് റെക്കഗ്നൈസ് ചെയ്തു എന്നുള്ളതിനേക്കാൾ കൂടുതൽ അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് അഭിമാനമോ ചടപ്പോ നിരസവും തോന്നാറില്ല. അത് എന്റെ ക്യാരക്ടറിന്റെ ഭാഗമാണ് ഒരു മാർക്കറ്റിംഗ് ചെയ്യുക എന്നുള്ളത്. അത് ചെയ്യുന്ന ഒരേ വാക്ക് 2 കോണ്ടെക്സ്റ്റിൽ, ഒന്ന് നെഗറ്റീവും ഒന്ന് പോസിറ്റീവാണ്. ഹരീഷിന്റെ പ്രൊഫഷണൽ രംഗത്ത് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ വളരെ പോസിറ്റീവ്. പക്ഷെ ഹരീഷിന്റെ പാഷന്റെ രംഗത്ത് അത് ഭയങ്കര മാർക്കറ്റിംഗാ എന്ന് പറഞ്ഞാൽ അതൊരു നെഗറ്റീവാകും. നെഗറ്റീവ് ആണോ സാർ? എനിക്കറിയില്ല. മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ ചെയ്യുന്ന കാര്യം പറ്റാവുന്നവരിലേക്കൊക്കെ എത്തിക്കുക എന്നതാണ് മാർക്കറ്റിംഗ് ലക്ഷ്യം. അപ്പൊ നമ്മളുടെ പ്രോഡക്റ്റ് നല്ലതാണെങ്കിലേ മാർക്കറ്റിങ്ങിന് എന്തെങ്കിലും അതിനെ ചെയ്യാൻ പറ്റുള്ളൂ. ഒരു വളരെ മോശപ്പെട്ട ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ആത്മാർത്ഥത ഇല്ലാത്ത, സിൻസിയറിറ്റി ഇല്ലാതെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആർട്ടാവട്ടെ, ആപ്പിൾ ആവട്ടെ, നമ്മളത് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അത് ആരും വാങ്ങിക്കില്ല. വാങ്ങിക്കുന്ന ആൾക്കാർക്ക് അതിനുള്ള പ്രോഡക്റ്റ് ഷുഡ് സ്പീക്ക് ഫോർ ഇറ്റ്സെൽഫ്. മാർക്കറ്റിംഗ് ഇസ് ഓൺലി എ മീഡിയം ടു ടേക്ക് ഇറ്റ് ടു പീപ്പിൾ. അല്ലെങ്കിൽ ഞാനിപ്പോ എന്റെ പാട്ട് യൂട്യൂബിൽ ഇടുന്നതേ മാർക്കറ്റിംഗ് അല്ലേ സാർ? അല്ലെങ്കിൽ ആര് കേൾക്കാനാണ് ഞാൻ പാടുന്നത്? പിന്നെ നമ്മുടെ പാട്ടിന്റെ ഒരു ആവിഷ്കാരം സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിൽ നിറയ്ക്കല്ലേ, അല്ലേ? അതെ. അതിനൊന്നും ആൾക്കാരിൽ നിന്ന് ഷൈവേ ചെയ്യേണ്ട ഒരു കാര്യമില്ല. പിന്നെ മാർക്കറ്റ് ചെയ്യുന്നത് ആത്മാർത്ഥതയോടുകൂടെ ക്രിയേറ്റ് ചെയ്ത പ്രോഡക്റ്റ് ആയിരിക്കണം എന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ചെയ്യുന്ന കർമ്മത്തിൽ ആത്മാർത്ഥതയില്ലാതെ മാർക്കറ്റിങ്ങിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഒരു ജെന്യുവിനിറ്റി അവിടെ വേണം. ഞാൻ ഒന്നും ചെയ്യില്ല, എന്നെ കൊണ്ടാവുന്ന അത്രത്തോളം. ഓക്കെ. ഞാൻ തിരഞ്ഞെടുക്കുന്ന പാട്ടുകൾ സംഗീതം നോക്കിയാവും, വരികളുടെ ഭംഗി നോക്കിയാവും, പാടാനുള്ള സൗകര്യം നോക്കിയാവും.
എനിക്ക് എന്നെ വരികൾ സ്വാധീനിക്കാറുണ്ട്. വരികൾ തന്നെയാണ് എനിക്ക് പല പാട്ടുകളിലേക്ക് എന്നെ കൊണ്ടെത്തിച്ചത്. മ്യൂസിക്കിനേക്കാളും കൂടുതൽ വരികളാണ്. വരികൾ മുഖാന്തരം ഞാൻ പാട്ട് ഇഷ്ടപ്പെട്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഹരീഷിന്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പോസിറ്റീവായ ഒരു പോയിന്റ്, ഹരീഷ് ഒരു ടെക്കി എന്നുള്ളൊരു സംജയിൽ, അതായത് ആ ടെക്കി എന്നുള്ള ഒരു ടാഗിൽ പ്രവർത്തിക്കുന്നത് ഇപ്പോൾ ഹരീഷിനെ പാട്ടിന്റെ മേഖലയിൽ, സംഗീതജ്ഞൻ എന്നുള്ളൊരു മേഖലയിൽ വല്ലാതെ സഹായിക്കുന്നുണ്ട് തീർച്ചയായിട്ടും. ആ ഒരു പ്രിസിഷൻ, പ്രൊഫഷണലിസം, അതിന്റെ ഒരു പ്ലാനിങ്, അത് മാത്രമല്ല കുറച്ചുകൂടി മെറ്റിക്കുലസ് ആയിട്ട് കാര്യങ്ങൾ കാണാൻ പറ്റുന്നു. അതുമാത്രമല്ല, ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് അതിനൊരു മറുപടി പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് മറ്റൊരു ജോലിയുണ്ട് എന്നുള്ളത് എന്നെ പല രീതിയിൽ എൻ്റെ മ്യൂസിക്കിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കാരണം ഏതൊരു മനുഷ്യനും ആവശ്യമുള്ള ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി കൊണ്ടു ചെന്നെത്തിക്കുന്ന ഒരു മനോനിലയുണ്ടല്ലോ. നമുക്ക് മാസാവസാനം ആകുമ്പോൾ എങ്ങനെ കറണ്ട് ബില്ല് അടയ്ക്കും, അല്ലെങ്കിൽ മാസാവസാനം ആകുമ്പോൾ എങ്ങനെ മോളുടെ ഫീസ് കൊടുക്കും എന്നുള്ള ഒരു എക്സിസ്റ്റൻഷ്യൽ വിഷമങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് പേരെ എനിക്കറിയാം, സംഗീതത്തിലും അല്ലാതെയും. ആ വിഷമങ്ങൾ എന്നെ ഇല്ലാതെ ആക്കുന്നത് എൻ്റെ പ്രൊഫഷണൽ കരിയറാണ്. എനിക്ക് മാസം കറക്റ്റ് ശമ്പളം കിട്ടുന്നതുകൊണ്ട് അതെന്നെ ഒരു ബെറ്റർ മ്യൂസീഷ്യൻ ആക്കുന്നുണ്ട്. ഏതെങ്കിലും ഘട്ടത്തിൽ ഈ തൊഴിൽ അല്ലെങ്കിൽ പ്രൊഫഷൻ, ഇപ്പോഴത്തെ ജോലി വലിച്ചെറിഞ്ഞ് പൂർണ്ണമായും സംഗീതത്തിന്റെ മേഖലയിൽ വിഹരിക്കണമെന്ന് തോന്നിയിട്ടില്ല. ഇല്ല. അങ്ങനെ ഒരു ഘട്ടം ഹരീഷിന് വരുമോ? അതറിയില്ല, ഇതുവരെ തോന്നിയിട്ടില്ല. ഇടയ്ക്ക് ചിലർ ഉപദേശിച്ചിട്ടില്ല, ഹരീഷ് വേണേ ഒന്ന് ട്രൈ ചെയ്യാവുന്ന കേട്ടോ. എന്നോട് സ്നേഹമുള്ള പലരും എന്നോട് പറയാറുണ്ട്. പല സംഗീതജ്ഞന്മാരും അവരുടെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അവർ ആ തൊഴിൽ വിട്ടിട്ടുണ്ട്. സംഭവിക്കാമായിരിക്കും സാർ. എനിക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിന്റെ ജോലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പ്രൊഫഷണലി വർക്ക് ചെയ്യുന്ന ജോലി ഒരിക്കലും സംഗീതത്തിന് തടസ്സമായിട്ട് വരുന്നില്ല, ഇതുവരെ തടസ്സമായിട്ടില്ല. പിന്നെ എനിക്ക് രണ്ടും ഒരുപോലെ ഇഷ്ടവുമാണ്. ഒരുപക്ഷെ ഇതിനെ കുറച്ചുകൂടി എൻട്രി ചെയ്യാൻ വേണ്ടി ആ ഒരു ആംബിയൻസ് സഹായിക്കുന്നുണ്ടോ? എന്റെ മ്യൂസിക്കിനെ എൻട്രി ചെയ്യാൻ വേണ്ടി എന്റെ ജോലി സഹായിക്കുന്നുണ്ടോ? ഉണ്ടായിരിക്കാം സാറേ, അങ്ങനെ ചിന്തിച്ചു നോക്കിയിട്ടില്ല. ഹരീഷിന്റെ പാട്ടിൽ ഏറ്റവും അധികം ആവശ്യമെന്ന് തോന്നുന്ന ഇൻസ്ട്രുമെന്റ്, ഹരീഷിന് തോന്നുന്ന ഇൻസ്ട്രുമെന്റ്, വയലിൻ, ഗിത്താർ, ഡ്രംസ്, കീബോർഡ്. ഇതിലേതെങ്കിലും ഒരു സാധനം ഒഴിവാക്കണം എന്ന് തോന്നിയാൽ ആദ്യം ഒഴിവാക്കുന്നുണ്ട് ഡ്രംസ് ആണ്. വലിയ ശബ്ദങ്ങൾ, ശബ്ദത്തിന്റെ അല്ല, പെർക്കഷനിലോട് അല്ലല്ല, പെർക്കഷൻ ഇഷ്ടമാണ്. ഞാൻ പാടുന്നത് കുറച്ചും കൂടെ ഫ്രീ ഫോം ആണ്. താളബന്ധിതമായിട്ട് പാടുമ്പോൾ കവിതയ്ക്ക് താളാത്മകത വരും. പല കവിതകൾക്കും താളാത്മകതയുടെ ആവശ്യമില്ല. കവിതയായിട്ട് പറയുമ്പോൾ ചിലപ്പോൾ നീട്ടലും കുറുക്കലും ഒക്കെ ചിലപ്പോൾ സംഗീതത്തിന് കുറച്ചും കൂടെ വാല്യൂ ആഡ് ചെയ്യും. ഞാൻ പാടുന്ന പല പാട്ടുകളും മീറ്ററിലല്ല, ഞാൻ കുറച്ച് സ്ട്രെച്ചൊക്കെ ചെയ്തിട്ടാണ് പാടുന്നത്. ആ കാരണം കൊണ്ട് തന്നെ എനിക്ക് പെർക്കഷൻ ഇല്ലാതിരിക്കുന്നത് പലപ്പോഴും ഇഷ്ടമാണ്. അച്ഛൻ ഒരു മൃദംഗ വിദ്വാനാണ്, അത് മറക്കരുത്. ഇല്ല, എന്നാൽ അതൊരു നിമിഷം പറഞ്ഞുകൊണ്ട് ഈ ചോദ്യം പറയാം, ഡ്രംസ് ആണോ മൃദംഗമാണോ ഹരീഷിന്റെ പാട്ടുകൾക്ക് ഏറ്റവും ചേരുന്നത്? ഡ്രംസ് ആണ്. അവിടെ അച്ഛനെ മാറ്റി, അച്ഛൻ പൊറുക്കണം. മകൻ സത്യം പറയണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പിതാവാണ് താങ്കൾ എന്നുള്ളത് കൊണ്ടാണ് ഹരീഷ് ഇങ്ങനെ പറയുന്നത്. യെസ് ഓർ നോ? ജോലി ഉപേക്ഷിച്ച് സംഗീതം മാത്രം എഴുതി നടക്കാത്തത് സംഗീതം സ്ഥിര വരുമാനം തരില്ല എന്നുള്ളത് കൊണ്ടാണ്. കാഴ്ചയിൽ പുല്ലു വലിക്കുന്ന, കള്ളു കുടിക്കുന്ന പബ് സിംഗറായി എന്നെ പലരും വിലയിരുത്താറുണ്ട്. ഉണ്ട്. കാഴ്ചയിൽ വീറ്റ്സൽ എന്താ പറയുന്നത് നിങ്ങളുടെ സ്റ്റൈലില്? കോൺട്രാബാൻഡ് നാർക്കോട്ടിക് സബ്സ്റ്റൻസ്. ഇങ്ങനൊരു ഇമേജ് വരുന്നതിനെ കുറിച്ച് ഹരീഷിന് ഐ ആം ഇൻഡിഫറന്റ് ടു ഇറ്റ്. ഇൻഡിഫറന്റ് എന്ന് പറയുന്നത് അതിനകത്തൊരു അതെന്നെ അഫക്ട് ചെയ്യുന്നില്ല. ചിലപ്പോ ഒരു തമാശ തോന്നുന്നുണ്ടോ അങ്ങനെ ആയിരിക്കട്ടെ എന്നുള്ളത്? അങ്ങനെയും തോന്നാറില്ല. കാരണം ഞാൻ എന്താണെന്ന് എനിക്ക് നല്ല ബോധ്യമുള്ളിടത്തോളം പ്രശ്നമില്ലല്ലോ സർ. ആണ്. As long as you have a conviction about yourself, അല്ലേ? നമുക്കൊരു ക്ലാരിറ്റി ഓഫ് കൺവിക്ഷൻ ഉണ്ട്. പക്ഷെ ഇങ്ങനെയൊക്കെ ആൾക്കാർ വെള്ളമാട്ടാ മറ്റേ പുല്ല് വലിക്കുന്നുണ്ട്, മറ്റേ വീഴ്ച എന്തൊക്കെ ചില ആൾക്കാർ പറയുമ്പോൾ അങ്ങനെ പറയുന്ന കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ കേൾക്കെ പറയുകയാണെങ്കിൽ ഞാനതിന് വളരെ ക്യൂരിയസ് ആയിട്ട് ആണ് സമീപിക്കാറ്. എന്തുകൊണ്ടായിരിക്കും അവരത് പറഞ്ഞത് എന്നുള്ളത് എന്നെ വളരെ ഫാസിനേറ്റ് ചെയ്യാറുണ്ട്. ആ ഒരു തോട്ട് പ്രോസസ് വെരി ഇൻട്രസ്റ്റിംഗ് ടു നോ. കാരണം നമുക്ക് എല്ലാവർക്കും ഇമേജസ് ഉണ്ടല്ലോ, ഓരോ ഇമേജ് ഉള്ളവർ ഓരോ പോലെ എന്നുള്ളത്. പഴയ ഫോട്ടോകളൊക്കെ ഇപ്പോഴത്തെ ഹരീഷിൽ നിന്ന് എത്രയോ വ്യത്യസ്തമാണ്. ഇപ്പൊ ഹരീഷ് ആ കാർ പോർച്ചിൽ നിന്ന് പാടുന്നതും ഹരീഷിന്റെ പഴയ പാട്ടുകളൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. സംഗീതത്തെ കുറിച്ച് വലിയ അറിവുള്ള ആളെന്നല്ലെങ്കിൽ പോലും
സാധാരണഗതിയിൽ നിങ്ങളൊക്കെ നിരീക്ഷക പട്ടികയിൽ വരേണ്ട ആളായതുകൊണ്ട് നിരീക്ഷിച്ചിട്ടുണ്ട്. അപ്പം ഈ പഴയ പടങ്ങൾ കാണുമ്പോൾ ഹരീഷിനെ കാണുമ്പോൾ ഹരീഷിന് ഏതിനോടൊരു മമതയുള്ളത്? എനിക്ക് നേരത്തെ പറഞ്ഞു, ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് മറുപടി പറയുകയാണെങ്കിൽ എനിക്ക് സ്വയം കോൺഫിഡൻസ് തരുന്ന അപ്പിയറൻസ് ആണ് ഞാൻ ഓരോ കാലഘട്ടത്തിലും സ്വീകരിച്ചിട്ടുള്ളത്. ഇപ്പോൾ എൻ്റെ അപ്പിയറൻസ് ഇപ്പോൾ എനിക്ക് കോൺഫിഡൻസ് തരുന്നു. സാറിന്റെ പോലെ ഇത്രയും വലിയൊരു പരിപാടിയിൽ വന്നിരുന്ന് ഇത്രയും പേര് കാണുന്ന ഒരു പ്രോഗ്രാമിൽ വന്നിരിക്കാനുള്ള കോൺഫിഡൻസ് ഈ അപ്പിയറൻസ് എനിക്ക് തരുന്നുണ്ട്. അതുകൊണ്ട് ഈ അപ്പിയറൻസ് അഡോപ്റ്റ് ചെയ്തു. ഇതെല്ലാം അതിന്റെ ഭാഗമാണ്. എനിക്ക് വരും ദിവസങ്ങളിലും ഹരീഷിനെ ഇത് എന്നെ കോൺഫിഡന്റ് ആയിട്ട് ഒരു സിറ്റുവേഷനിൽ പോവുകയും പ്രതികരിക്കുകയും സംസാരിക്കാനും പാടാനും ഒക്കെ ഉതകുന്ന ഒരു അപ്പിയറൻസ് ഞാൻ സ്വീകരിക്കും. ഓക്കെ, വെരി ഗുഡ്. കവർ സോങ് പാടുമ്പോൾ സ്വന്തമായി പാട്ടുണ്ടാക്കി പാടണമെന്ന് പറയുന്നത് ഭയങ്കര തമാശയാണ്. യെസ് ഓർ നോ? ആണ്, തമാശയാണ്. തെറി വിളിക്കാറൊന്നുമില്ലല്ലോ? ഇല്ല, തെറി വിളിക്കാറില്ല. പക്ഷെ തമാശയാണെന്ന് പറയാറുണ്ട്. പാട്ടുകൾ പാടുമ്പോൾ ദാസാറിനോട് ഉപമിക്കുന്നത് സങ്കടമുണ്ടാക്കും. യെസ് ഓർ നോ? സങ്കടമുണ്ടാക്കും. ദാസ് സാറിനോട് ഉപമിക്കത്തക്ക പാട്ടുകാരൊന്നും ഇല്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ്. ഇന്നിപ്പോ ഈ ദുനിയാവിൽ ഇല്ല. അദ്ദേഹമായി നിന്നും നിലനിൽക്കുന്നതും വിരാജിക്കുന്നതും അതുകൊണ്ടാണ്. എന്റെ സംഗീതത്തിൽ ചലച്ചിത്രഗാനം തീർച്ചയായും ഉണ്ടാകും. ആശിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. ഹരീഷ്, ഇത്രയും നേരം നമ്മളുമായി വിലപ്പെട്ട സമയം പങ്കുവച്ചതിന്, മാത്രമല്ല ഹരീഷ് മനസ്സ് തുറന്നതിന്, ഹരീഷ് വളരെ ആത്മാർത്ഥമായിട്ടാണ് സംസാരിച്ചതെന്ന് എനിക്കറിയാം, കേട്ടിരിക്കുന്നവർക്കറിയാം. അതുകൊണ്ട് ഈ എന്താ പറയാ നിഷ്കളങ്ക ഭാവം, നിഷ്കളങ്കം ഉദ്ദേശിക്കുന്നത് എല്ലായിടത്തിലും അല്ല കേട്ടോ, ഈ ഒരു ആത്മാർത്ഥത വരുന്ന എന്താ പറയാ എല്ലാ മുഹൂർത്തങ്ങളിലും എല്ലാ കടമ്പകളിലും താങ്കളെ കൈപിടിച്ചുയർത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, മനസ്സിൻ്റെ സന്തോഷമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സന്തോഷം പകരുന്ന എല്ലാ കാര്യങ്ങളിലും മുഴുകാനുള്ള ഒരു അവസരം ഹരീഷ് കിട്ടട്ടെ. പാട്ടിൻ്റെ ലോകത്ത് ഒട്ടേറെ ആഴങ്ങളിലേക്കും ഉയരങ്ങളിലേക്കും പോകാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിച്ചുകൊണ്ട്, താങ്ക് യു സോ മച്ച്. ഒരു വരി വേണമെങ്കിൽ പാടി വേണം നമുക്ക് അവസാനിപ്പിക്കാം. തീർച്ചയായിട്ടും. അതിനു മുമ്പ് എന്നെ ഈ പ്രോഗ്രാമിലേക്ക് ഇൻവൈറ്റ് ചെയ്ത് എന്നോട് ഇതുവരെ സംസാരിച്ചതിന് ഐ എം എക്സ്ട്രീംലി ഗ്രേറ്റ്ഫുൾ. ഞാൻ വർഷങ്ങളായിട്ട് കണ്ടുവരുന്നൊരു പ്രോഗ്രാമിൽ എനിക്കും കൂടെ വന്നിരുന്ന് പങ്കെടുക്കാൻ സാധിച്ചെന്നുള്ളത് ഡീപ് ഗ്രാറ്റിറ്റ്യൂഡ്. താങ്ക് യു സോ മച്ച് എനിക്കൊരു അവസരം തന്നു. Thank you for enriching the program. The feeling is mutual, sir. Thank you so much. And convey our best of wishes to your friends, colleagues, Agam Band guys. Absolutely. Certificateless guys also. തമാശ പറഞ്ഞാട്ടോ, അവരോട് പറയണ്ട, അത് പറയണം കേട്ടോ. എന്താ മലയാളം പാട്ട് മതിയോ? ഒറ്റ പരിപാടി. സല്ലാപമേറ്റുണർന്ന് വാരിജങ്ങളും ശുഭരാഗരൂപിയ നവനീത ചന്ദ്രനും സല്ലാപമേറ്റുണർന്ന് വാരിജങ്ങളും ശുഭരാഗരൂപിയ നവനീത ചന്ദ്രനും ചൈത്രവേണൂതും മധുമന്ത്രകോകിലങ്ങളും മേളമേകും ഇന്ദ്രനീല രാത്രി തേടവേ ദേവാങ്കണങ്ങൾ കൈയൊഴിഞ്ഞ താരകം സായാഹ്ന